ഒരു കുഞ്ഞു കാര്യം, അതായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം, ആ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, എപ്പോഴും ഒരു വചനം കേൾക്കുന്ന ഒരു സദസ്സ്, നമ്മൾ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ഒരു ഇടം, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഒരു ധ്യാനം അവസാനിച്ചാലോ ഒരു ഏകദിന ധ്യാനം കൂടിയാലോ നമ്മളൊരു വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റികളിലേക്ക് ഇറങ്ങുകയാണ്. ശരിയല്ലേ? നമുക്ക് നമ്മുടെ കടങ്ങളോ നമ്മുടെ രോഗങ്ങളോ നമ്മുടെ മുമ്പിലുള്ള പരീക്ഷകളോ പരീക്ഷണങ്ങളോ എല്ലാത്തിനെയും ഫേസ് ചെയ്യേണ്ട ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജിനു എന്ത് ഇച്ചിരി ചൂടുവെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട്, തൊണ്ടങ്ങ് തുറന്നു കിട്ടുന്നില്ല. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്കൊരു വലിയ സഹായം ഈശോ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആരാണത്? ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ആരെക്കുറിച്ചാണത് പറയണേ? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സോ ഈ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല വാക്കുകൾ. ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമാണ്. തൈലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വചനം ചിന്തിച്ചതനുസരിച്ച് ചൈതന്യം, ഗ്രേസ്, ഇതും പരിശുദ്ധാത്മാവിൻ്റെ ഒരടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിങ്ങനെ പറയില്ലേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും നല്ല കൃപയുള്ള ചേട്ടനാണ്, കൃപയുള്ള ചേച്ചിയാണ്, പറയാറില്ലേ? അത് ആരുടെ കൃപയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, ഈശോ വാഗ്ദാനം ചെയ്ത ആ ഒരു ഗ്രേസ്. മറ്റൊരു വാക്ക് ചൈതന്യം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആ ചൈതന്യം നമ്മളൊന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് മാത്രമല്ല, ഒരു അഭിഷേകാരാധനയുടെ സമയത്ത് മാത്രമല്ല, എല്ലാ കൂദാശകളിലും ഓരോ ദിവസവും ആ ചൈതന്യം ഇങ്ങനെ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറച്ച് സംഭവങ്ങളൊക്കെ അടിസ്ഥാനമാക്കി നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം എടുക്കാമോ? പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം. ഇന്ന് ആശുപത്രി പോകാൻ തോന്നുന്നല്ലേ? ഇന്ന് ആശുപത്രി പോകാൻ തോന്നുന്നു. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം. ഇസ്രായേൽ ജനം വലിയൊരു അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആരാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്? മോശയുടെ നേതൃത്വത്തിൽ അവർ പുറത്തേക്ക് വരുന്നു. മരുഭൂമി കൂടെയുള്ളൊരു യാത്ര. അങ്ങനെ അവർ നടന്ന് സീനായി മരുഭൂമിയിലെത്തുന്നു. അവിടെ തമ്പടിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ ലഭിക്കുന്നു. ഈ 33-ാമത്തെ അധ്യായത്തിൽ സീനായി വിട്ട് അവർ പോവാണ്. അവിടെ ഒരു സുന്ദരമായൊരു എപ്പിസോഡ് നമ്മൾ കാണുന്നുണ്ട്. 33-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം. പാളയത്തിന് പുറത്തകലെയായി മോശ ഒരു കൂടാരം അടിക്കുക പതിവായിരുന്നു. അവൻ അതിനെ എന്ത് കൂടാരം? സമാഗമ കൂടാരം എന്ന് വിളിച്ചു. കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. സോ പാളയത്തെക്കുറിച്ചും ഈ കൂടാരം അടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ബൈബിളൊക്കെ ഇച്ചിരി സീരിയസ് ആയിട്ട് വായിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാകണം. ഈ പാളയത്തിൻ്റെ പ്രത്യേകത, ഈ കൂടാരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പേരിങ്ങനെയാണ്, സമാഗമ കൂടാരം, ദ ടെൻ്റ് ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിംഗ് ടെൻ്റാണ്. ആര് തമ്മിലുള്ള മീറ്റിംഗാണ്? മോശയും ദൈവവും മുഖാമിമുഖം കാണുന്നു. കഴിഞ്ഞു വരുന്നൊരു വചനം പറയുന്നുണ്ട്, അവർ സ്നേഹിതനോടെന്ന പോലെ മുഖത്തോട് മുഖം സംസാരിച്ചിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പിന്നീടൊക്കെ വായിക്കുന്നുണ്ട്, മോശ എപ്പോഴൊക്കെ ആ സമാഗമ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നോ മോശയുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു. അത് കാണാൻ ആളുകൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് പലപ്പോഴും മൂടുപടം ഇട്ടിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പല വ്യാഖ്യാനങ്ങളുണ്ട്, പല വ്യാഖ്യാനങ്ങൾ. നമുക്കത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി. അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് മോശ ഈ സമാഗമ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സമാഗമ കൂടാരമുണ്ട്. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ഫറവോ എന്ന ഈ തിന്മയിൽ നിന്നൊക്കെ ഓടിയകന്ന് ചെങ്കടലുകളെയൊക്കെ ഭേദിച്ച് കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനൊരു സമാഗമ കൂടാരത്തിൽ പോകാനുള്ള സാധ്യത എല്ലാ ദിവസവും നമുക്കുണ്ട്. എവിടെയാണത്? അതായത് ദൈവത്തെ മുഖത്തോട് മുഖം കാണാനും സംസാരിക്കാനും മാത്രമല്ല സ്വീകരിക്കാനും നമുക്ക് കൃപ കിട്ടുന്ന ഒരു സ്ഥലം, ചൈതന്യം പകരപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഇടവക ദേവാലയം, നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അൾത്താര. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ മോശ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടി ഈ കൂടാരത്തിലോട്ട് കയറിയതുപോലെ നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ കയറുമ്പോഴും സംഭവിക്കുന്ന ഇതാണ്. ദൈവത്തെ മുഖത്തോട് മുഖം കാണുക മാത്രമല്ല, അവിടുത്തെ കാണുന്നു, കേൾക്കുന്നു, അവിടുത്തെ സ്വീകരിക്കുന്നു. മുഖത്തോട് മുഖം കണ്ട മോശയുടെ മുഖം വെട്ടിത്തിളങ്ങിയെങ്കിൽ, ചൈതന്യത്തിൽ തിളങ്ങിയെങ്കിൽ
ഈശോയെ ഉള്ളിലോട്ട് സ്വീകരിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുന്ന നമ്മുടെ മുഖം മാത്രമല്ല ശോഭിക്കേണ്ടത്, ശരീരം മുഴുവൻ. വിശുദ്ധരുടെയൊക്കെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു വട്ടം, ഒരു ഗ്ലോ, ഒരു ഹാളോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സെയിൻലി ഓറ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കണം. അപ്പം അത് നമുക്ക് ശരിക്കും സംഭവിക്കണം എപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. കിട്ടുന്നുണ്ടോ? ഇന്ന് നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പം ജോസ് ബച്ചൻ നമ്മുടെ ശരീരത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കാണും അല്ലേ? ലാസ്റ്റത്തെ കുർബാനയിൽ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദ ഹോൾ ബോഡി, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആരായി തീരണം? ഈശോ. അതിനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. വിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക, ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിൽ സമാഗമ കൂടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എത്തുന്ന ജനത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഹിതമറിയാൻ. ആ വാക്കൊന്ന് വായിച്ചേ, 7-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ശരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? ഇങ്ങനെ ഈ പാളയം, ഈ കൂടാരം നമ്മുടെ മുമ്പിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങൾ ശരിയല്ലേ? നമ്മുടെ അടുത്തൊരു ആരാധനാലയം ഉണ്ടാവും, ഒരു നിത്യാരാധന ചാപ്പലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നമുക്ക് കൃത്യമായ ചില ദൈവഹിതമൊക്കെ അറിഞ്ഞാൽ അബദ്ധങ്ങളൊന്നും പറ്റാതെ, മണ്ടത്തരങ്ങളൊന്നും പറ്റാതെ നന്നായിട്ട് പോകാൻ പറ്റുമെന്നറിയാം. ആരോട് പോയി ഉപദേശം ചോദിക്കും? ദൈവഹിതം ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? നമ്മൾ പോയി ദൈവഹിതം ചോദിച്ചവരെല്ലാം എന്തൊക്കെയോ പറഞ്ഞു തന്നു, അവരെന്തൊക്കെയോ കണ്ണടച്ച് പറഞ്ഞു, അതൊന്നും സംഭവിച്ചില്ല. ഇനി അവർ സംഭവിച്ചതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് സങ്കടമായി, അതൊരു പ്രശ്നമായി, അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഓട്ടമായി. എല്ലാവരും ചെല്ലുന്ന ഓരോരോ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ആരറിയുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഓടാറുണ്ടോ? അങ്ങനെ ഉണ്ട്, സത്യമാണ്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, കണ്ണടച്ചിട്ടൊന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു. കണ്ണടച്ച് നോക്കുമ്പോൾ ആ ഇരുട്ട് മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ദൈവമക്കളാണ് നമ്മൾ അല്ലേ? ഈ ഓട്ടം അവസാനിപ്പിക്കണം. മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ പറ്റുന്നത് വഴിയെ പോയ അച്ഛനല്ല, നിങ്ങൾക്ക് ജന്മം നൽകിയ അപ്പനാണ്. പിടികിട്ടുന്നുണ്ടോ? മക്കളെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാവുന്നത് വഴി കണ്ട അച്ഛനോ സിസ്റ്ററിനോ ബ്രദറിനോ അല്ല. ആർക്കാണ്? ജന്മം നൽകിയ പിതാവിനാണ്, അപ്പനാണ്. അതുകൊണ്ട് മക്കൾ പോയിട്ട് അപ്പനോട് ചോദിക്കണം. അതാണ് അപ്പന് ഇഷ്ടം. വഴിയെ കാണുന്നവരെ പോയി ചോദിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനാ സഹായം തേടാനോ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉപദേശത്തിനോ ആരുടെ അടുത്തും പോവില്ലെന്നല്ല പറയുന്നത്. കൃത്യമായി പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവോട് ചോദിച്ച് നിങ്ങളിങ്ങനെ ആത്മീയ ഉപദേശ ശുശ്രൂഷകൾക്ക് തീർച്ചയായിട്ടും പോകണം, ബ്ലെസ്സിങ്ങുകൾ മേടിക്കണം. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, മക്കളാണ്. കിട്ടുന്നുണ്ടോ? യാചകരല്ല, അവകാശികളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. പോയി ചോദിക്കാൻ നമുക്കൊരിടമുണ്ടെന്ന്. നമ്മുടെ ദേവാലയം, ദിവ്യകാരുണ്യ സന്നിധി, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലോട്ട് പോകണം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ കേരളത്തിലെ 14 ജില്ലയിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ പോകുന്നത് നല്ലതാണ്, അനുഗ്രഹമാണ്. പക്ഷെ നിങ്ങളുടെ ഇടവക ദേവാലയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. അത് മറന്നുപോയേക്കല്ലേ കേട്ടോ. ആ ഇടവക ദേവാലയത്തിൽ ചിലപ്പോൾ ഗ്രൂപ്പുകളോ വഴക്കോ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ വീട് പോലെ നിങ്ങളുടെ ഇടവകയിലും വഴക്കുണ്ടാവും. നിങ്ങളുടെ സ്വഭാവമുള്ളവർ തന്നെ നിങ്ങളുടെ ഇടവകയിലുണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആ ഇടവകയിലുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളായിരിക്കും നിങ്ങളുടെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ അവിടെ ആരെ കാണാനാണ് ചെന്നേക്കുന്നത്? കർത്താവിനെ കാണാൻ, കർത്താവിൻ്റെ ഹിതം അറിയാൻ. ഇതിലും ബെസ്റ്റ് ഒരു സ്ഥലം വേറെ ഇല്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് സമാഗമ കൂടാരത്തിൻ്റെ അടുത്തേക്ക് ജനം ചെന്നിരുന്നു കർത്താവിൻ്റെ ഹിതം അറിയാൻ. തുടർന്ന് വായിച്ചേ, 9-ാമത്തെ വാക്യം വായിക്കാവോ? മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ, നിങ്ങളോട് വായിക്കാവോ? എൻ്റെ ശബ്ദം ഇവിടം വരെ വരുന്നുണ്ട്, എനിക്ക് പുറത്തോട്ടങ്ങ് വരുന്നില്ല. നിങ്ങളോട് വായിച്ചേ. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. ഈ മേഘം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഒരു വാക്ക് കേട്ടിട്ടില്ലേ? ഷെഖൈന ചാനലല്ല, ഷെഖൈന ചാനലിന് ആ പേര് കിട്ടിയതും അവരെടുത്തത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ മഹത്വം മേഘത്തിൻ്റെ മേൽ, കർത്താവിൻ്റെ സാന്നിധ്യം, ശക്തമായ സാന്നിധ്യം മേഘത്തിൻ്റെ മേൽ. അത് നമ്മൾ പഴയ നിയമത്തിൻ്റെ ഈ യാത്രകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മേഘസ്തംഭമായി, അഗ്നിത്തൂണായി കർത്താവ് ഇങ്ങനെ കൂടെ നടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 11-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതായത് അതൊരു വലിയ നമുക്ക് നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. ഈശോയെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റണം. മോശയ്ക്കത് പറ്റി.
അങ്ങനെയെങ്കിൽ ഈശോ വിളിച്ച നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ വെച്ച്, നമ്മുടെ വിശുദ്ധ കുർബാനകൾ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ മുഖത്തോട് മുഖം സംസാരിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ബൈബിളൊക്കെ വായിക്കാനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബൈബിളിലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല, ശരിയല്ലേ? പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കും പരിശുദ്ധാത്മാവ് വലിയ ജ്ഞാനം തരും. എപ്പോഴാണെന്നറിയോ? നിങ്ങൾ ഈ പുതിയ നിയമം, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ പഴയ നിയമത്തിലെ വലിയ കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ തിയോളജി നമുക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും പറ്റുന്നില്ലേ? നിങ്ങൾക്ക് എത്രയും വായിക്കാനേ അറിയത്തുള്ളൂ. നിങ്ങൾ ഈ സുവിശേഷം ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് വല്ലാത്ത ഹെൽപ്പ് തരും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. സുവിശേഷം മാത്രം ഇങ്ങനെ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കും. ഈശോ ഇങ്ങനെ മുഖത്തോട് മുഖം സംസാരിക്കും. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കരഞ്ഞ് നിങ്ങൾ ഏങ്ങലടിച്ച് അവിടെ നിൽക്കും. അത്രയും സ്നേഹത്തോടെ ഈശോ നമ്മളോട് സംസാരിക്കും. ഈ മോശ ഇങ്ങനെ സംസാരിക്കുന്നു. അടുത്തൊരു വാക്യം കൂടെ വായിച്ചേ. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. അല്ല, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ചൈതന്യത്തെക്കുറിച്ചാണ്. ഈ ചൈതന്യം മോശയ്ക്ക് നല്ലപോലെ കിട്ടി. അതുകൊണ്ടാണ് മോശയുടെ മുഖം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മ ചൈതന്യത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ആരോട് നമ്മൾ ചേർന്നിരിക്കുന്നോ, ചൈതന്യമുള്ള, വരമുള്ള, കൃപയുള്ള ഒരാളോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ആ ചൈതന്യം പകരപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ചൈതന്യമുള്ള, കൃപയുള്ള, വിശുദ്ധിയുള്ള ഒരാളോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ആ വിശുദ്ധി, ആ ചൈതന്യം പകരപ്പെടും. ഈ കൂടാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, മോശയെക്കുറിച്ച് പറയുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ആര്? ജോഷുവ. ഈ ചെറുപ്പക്കാരൻ മോശയെ കൂടാരത്തെയും വിട്ടുപോകാതെ ഇങ്ങനെ ചേർന്ന് നിന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഇവര് ഈ യാത്ര തുടരുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇവർ ഈ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര തുടരുകയാണ്. കർത്താവ് കൽപ്പനകളൊക്കെ കൊടുത്തുകൊണ്ട്, പക്ഷേ ഈ ജനത്തിന് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരെപ്പോഴും പരാതിയായിരുന്നു, ശരിയല്ലേ? അവിടെ ഉള്ളിയുണ്ട്, അവിടെ ബീഫുണ്ട്, ഇവിടെ മത്തിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. അപ്പം ജനം പരാതിപ്പെട്ടപ്പം ഈ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന മോശയ്ക്ക് വരെ ടെൻഷനായി, ദേഷ്യമായി. മോശ ഇങ്ങനെ ചങ്ക് പൊട്ടി ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാണോ ഇവരെ പെറ്റത്? കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന കേട്ടോ. ഈ നമ്മുടെ സംഖ്യാപുസ്തകത്തിൽ ഇത് കാണുന്നുണ്ട്. മോശ ഇങ്ങനെ ദൈവത്തോട് വഴക്കുണ്ടാക്കുകയാണ്. ഞാനാണോ ഇവരെ പെറ്റത്? ഇവരെ ഈ താങ്ങിക്കൊണ്ട് നടക്കാൻ എനിക്ക് മടുത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഒരു ഭാഗമാട്ടോ. ഇനി പള്ളി പോയിട്ട് കല്ലുപുറക്കി എറിയില്ലേ ഞാൻ പറഞ്ഞേ. അത്രയും സ്വാതന്ത്ര്യം മോശയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇങ്ങനെ സ്നേഹിതനോടെന്ന പോലെ. സ്നേഹിതനോട് വഴക്കുണ്ടാക്കാറുണ്ടോ? അതേ ഉള്ളൂ അല്ലേ? അത്രയും സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. ഇപ്പം മോശം ഇങ്ങനെ വഴക്കുണ്ടാക്കണം, കാരണം ഈ ജനം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങൾ സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം 10-11. 10-ാമത്തെ അധ്യായത്തിലാണ് കാഹളം മുഴങ്ങുന്നു. സീനായിൽ നിന്ന് അവർ പുറപ്പെടുന്നു. പുറപ്പെടുന്ന സമയത്ത് മോശ നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. 10-ാമത്തെ അധ്യായം 35-36 വാക്യങ്ങൾ വായിക്കാവോ? 10:35-36 അവർക്ക് വായിച്ചേ. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോവട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ഇവിടെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചേര് കേട്ടോ. സങ്കീർത്തനം 68ആണത്. 68-ാമത്തെ സങ്കീർത്തനം നമ്മൾ അങ്ങനെയാണ് വായിക്കുക. കർത്താവെ അങ്ങ് ഉണർന്നെഴുന്നേൽക്കണമേ, ശത്രുക്കൾ ചിതറിപ്പോവട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. Psalm 68 68-ാമത്തെ സങ്കീർത്തനമാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്. 10:35-36 കൂടെ വായിച്ചേ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000-ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. ജസ്റ്റ് ഒരു പ്രാർത്ഥനയാണ്. 11-ാമത്തെ അധ്യായം കണ്ടേ ജനം പരാതിപ്പെടുന്നു. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 11:3 കർത്താവിൻ്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരിട്ടു. ഈ ഇടയ്ക്കായിട്ടുള്ള ഒരു ട്രെൻഡാണ് പഴയ നിയമത്തിൽ നിന്ന് പിള്ളേർക്ക് പേരിടുന്നത്. കാണുന്നതൊക്കെ ഇട്ട് പേരിട്ടേക്കല്ല്, അതിൻ്റെ അർത്ഥം എന്നാന്നും കൂടെ നോക്കിയേക്കണം. തബേര പെങ്കൊച്ചുങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ല പേരാണ് അല്ലേ? താമര എന്നൊക്കെ പറയുന്ന പോലെ നല്ല പേരാണ് തബേര. ബൈബിളിൽ കണ്ടു കുറേ എണ്ണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചോദിക്കും, ഇത് എവിടുന്ന് കിട്ടി? എന്നോട് ചോദിക്കാം, അച്ഛൻ ബൈബിളൊന്നും വായിക്കാറില്ലേ? ബൈബിൾ വായിക്കാറുണ്ട്, പാവം ഞാൻ. ചിലതൊക്കെ ശാപത്തിൻ്റെ മീനിങ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ തബേര എന്നൊന്ന് കേട്ടാൽ പെട്ടെന്ന് നല്ലൊരു പെങ്കൊച്ചിൻ്റെ പേര് അല്ലേ? തബേര. ആഹാ, തിമോത്തി എന്നൊക്കെ ബോയ്സിന് പേരിടാൻ പറ്റുന്ന പോലെ തബേര. അർത്ഥം എന്താണ്? കർത്താവിൻ്റെ കോപം ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരിട്ടു. കർത്താവിൻ്റെ കോപാഗ്നി.
കൊച്ചിനെ നോക്കിയിട്ട് ശ്രദ്ധിച്ചൊക്കെ പേരിട്ടേക്കണം കേട്ടോ. ബൈബിളിൽ കണ്ടു എന്ന് വിചാരിച്ച് പെട്ടെന്ന് പേരിട്ടേക്കരുത്. ഓക്കെ, വിവേകത്തോടു കൂടി അതൊക്കെ ചെയ്യുക. സോ പരാതിപ്പെടുന്നു, ഈ ഒത്തിരി സങ്കടങ്ങളൊക്കെ പറയുന്നു. 12-ാമത്തെ വാക്യത്തിലാണ് ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ, ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? വായിച്ചേ, അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോവുക എന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? അമ്മാതിരി ചീത്തവിളിയാണ്. കർത്താവിനോട് ഭയങ്കര വഴക്കുണ്ടാക്കാണ്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വലിയൊരു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കർത്താവിൻ്റെ അടുത്ത് എല്ലാ സങ്കടങ്ങളും വഴക്കും സ്നേഹവും എല്ലാം മോശ ഇറക്കി വെക്കുകയാണ്. ഈ പരാതി ജനത്തിൻ്റെതല്ല, ശരിക്കും പറഞ്ഞാൽ മോശയുടെ പരാതി കർത്താവ് കേൾക്കുകയാണ്. മോശയെ ഇങ്ങനെ വിളിച്ചിട്ട് കർത്താവ് പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. വലിയൊരു ബിസിനസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ് കാര്യമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട, നീ കുറച്ച് പേരെയും കൂടെ കൂട്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു തീർക്കാൻ അവർക്ക് ഞാനൊരു ചൈതന്യം കൊടുക്കാം. ഇനി അവർക്ക് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ നിൻ്റെ അടുത്തേക്ക് വരട്ടെ, നീ അവിടെ ഇരുന്നൊന്ന് കൊടുത്താൽ മതി. കേട്ടുന്നുണ്ടോ? മാനേജർ, CEO, ബാക്കി അവർ ചെയ്തോളും. അവരെ കൊണ്ട് നീ ചെയ്യിപ്പിക്കുക, അവർക്ക് അതിനുള്ള കൃപ ഞാൻ കൊടുത്തോളാം. നിന്നിലുള്ള ചൈതന്യത്തിൻ്റെ ഒരു കൃപ അവർക്ക് കൊടുക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്, ചൈതന്യം ഷെയർ ചെയ്യപ്പെടുന്നു, ഗ്രേസ് ഷെയർ ചെയ്യപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 16 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിൽ നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക. എത്ര പേരെ? 70 പേരെ. അവരെ സമാഗമ കൂടാരത്തിങ്കൽ കൊണ്ടുവരിക, അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ. സാധാരണ ആരാ പോകുന്നത് സമാഗമ കൂടാരത്തിലേക്ക്? മോശ. ഇപ്പൊ കർത്താവ് പറയുകയാണ്, ഈ 70 പേരെയും കൂടെ നീ വിളിച്ചോണ്ട് വാ. എന്നിട്ടോ 17, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രേസ് പകരപ്പെടുന്നു, ചൈതന്യം പകരപ്പെടുന്നു. മോശയ്ക്ക് കൊടുത്ത ആ ഗ്രേസ് ഈ 70 പേർക്ക് കൂടി പകരപ്പെടുകയാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 2 കണ്ടീഷൻസാണ്. ഒന്ന്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നിലുള്ള ആ ചൈതന്യം അവരിലേക്ക് പകരപ്പെടും. സോ ഗ്രേസ് ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ വചനം കേൾക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം. ഏത് വചനം? കർത്താവിൻ്റെ വാക്ക് കലർപ്പില്ലാതെ കിട്ടുന്ന ഇടങ്ങളിലേക്ക് പോകണം. നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വചന ശുശ്രൂഷ കൃത്യമായിട്ട് കൂടണം. നിങ്ങളുടെ അടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ വചനം കലർപ്പില്ലാതെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പോയിരുന്ന് പഠിക്കണം, ബൈബിൾ എടുത്ത് വായിക്കണം. കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മോശയ്ക്കോ അബ്രഹാമിനോ ദാവീദിനോ വിശുദ്ധർക്കോ അപ്പസ്തോലന്മാർക്കോ ഒക്കെ കൊടുത്തിരിക്കുന്ന ആ ചൈതന്യം നമ്മളിലേക്ക് പകരപ്പെടുന്നത്. പിടികിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ മോശയോട് കർത്താവ് സംസാരിച്ചു, വെരി ഗുഡ്. ജെറമ്യായെ വിളിച്ചു, വെരി ഗുഡ്. പൗലോസിനെ മാനസാന്തരപ്പെടുത്തി, വെരി ഗുഡ്. കേട്ടറിഞ്ഞിരിക്കാനല്ല ബൈബിൾ വായിക്കേണ്ടത്. എന്തിനാണ്? ചൈതന്യം പകരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ വിശുദ്ധരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കേണ്ടത് ആ നല്ല വിശുദ്ധർ മിടുക്കർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അറിയാനല്ല, അവരിലുള്ള ആ ഗ്രേസ് നമുക്കും കിട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ. അതെപ്പോഴാണ് കിട്ടുന്നേ? വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ആ ഗ്രേസ് ഷെയർ ചെയ്യപ്പെടും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല, ആരോടും പോയി പറഞ്ഞേക്കല്ലേ. അതായത് എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പോയിട്ട് അങ്ങേരോട് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല, പുള്ളി ഭയങ്കര തിരക്കാണ്. എന്നെ കാണുമ്പോൾ എന്ന് പറയും. കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിച്ചു പോകും. മതി, നല്ലതാണ്. വല്ലപ്പോഴും സംസാരിക്കുള്ളൂ. ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളതൊരു ദ ഗ്രേസ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലേ, സാന്നിധ്യത്തിൻ്റെ ആശ്വാസം. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു. ചില സമയത്ത് നമുക്ക് ചില ആളുകളെ പോയി ഒന്ന് കണ്ടാൽ മതി, ആശ്വാസം കിട്ടും. അത് വല്ലാത്തൊരു സമയമാണ്. അത്ര ഗ്രേസിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് ഒത്തിരി മണിക്കൂറുകളൊന്നും സംസാരിക്കണ്ട, ജസ്റ്റ് ഒന്ന് അയാളെ കണ്ടാൽ തന്നെ നമുക്കൊരു ഫീലിംഗ് ആണ്. എനിക്കത് പലതവണ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ആത്മീയ ഗുരു അച്ഛൻ്റെ അടുത്ത്, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ തിരക്ക്, വിളിച്ച് പറയാണ്ട് പോലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പം തിരക്കിലായിരിക്കും. അദ്ദേഹം യൂഷ്വലി ചെയ്യുന്നൊരു കാര്യമാണ്, കവിളത്തിങ്ങനെ തട്ടും. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ഇത്രയൊക്കെ സംസാരിക്കുള്ളൂ. നിനക്ക് സുഖമാണോ? പ്രാർത്ഥിച്ചോട്ടോ. ഓക്കെ അണ്ണാ, അത്രേ ഉള്ളൂ. വചനമൊന്നും പറഞ്ഞു തരില്ല. സുഖമാണോ?
ആരോഗ്യം എങ്ങനെയുണ്ട്, ശുശ്രൂഷ എങ്ങനെയുണ്ട്, ഒന്നും ചോദിക്കില്ല. മുഖത്തിങ്ങനെ തട്ടും. സുഖാണാടാ, പ്രാർത്ഥിച്ചോ, അത്രേ ഉള്ളൂ. എനിക്ക് വല്ലാത്ത ഗ്രേസ് ഫീൽ ചെയ്യാറുണ്ട് ആ സമയത്ത്, വല്ലാത്ത ഗ്രേസ് ഫീൽ ചെയ്യാറുണ്ട്. അതങ്ങനെയാണ്. നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ മാനുഷികമായിട്ട് ഇങ്ങനെ ഒരു അച്ഛൻ്റെ ഒരു ടച്ച് കിട്ടുമ്പോൾ, ഒരു ഗ്രേസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്പർശനം, ശ്വാസം തട്ടുമ്പോൾ എന്തൊരു ഗ്രേസ് ആയിരിക്കും. മോശ അത് അനുഭവിക്കുകയാണ്. നമുക്കത് ഏറ്റവും മോശയേക്കാൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയിൽ മിസ് ചെയ്ത് കളഞ്ഞേക്കരുത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ജനത്തോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്താണ് ഈ ഗ്രേസ് ഷെയർ ചെയ്യപ്പെടുക. തൊട്ടടുത്തൊരു വാക്യം വായിച്ചേ, 18-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാമോ? നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട, ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. സോ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വചനം കേൾക്കുക മാത്രമല്ല, വിശുദ്ധിയിൽ ജീവിക്കുക. ഗ്രേസ് പകരപ്പെടുന്നത് വിശുദ്ധനായ ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴോ, വിശുദ്ധനായ ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോഴോ അല്ല, പരിശുദ്ധനായ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും ഒപ്പം തന്നെ നിങ്ങളെ തന്നെ സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ യാത്ര നടത്തുകയും ചെയ്യുമ്പോഴാണ് ഈ പുണ്യവാന്മാരിൽ, വിശുദ്ധരിലൊക്കെ നിലനിന്നിരുന്ന ആ ഗ്രേസ് നമ്മളിലേക്കും പകരപ്പെടുക. സംഖ്യാപുസ്തകം 11 തിരിച്ചു വരിക. കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ: 1 വിശുദ്ധി, 2 കർത്താവിൻ്റെ വാക്ക് കേൾക്കുക, ചൈതന്യം പകരപ്പെടും. 11-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒരുമിച്ച് ഉറക്കെ വായിക്കാം. സംഖ്യ 11:25. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു, പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ, ഇവരെ പ്രവാചകന്മാരാക്കുകയാണ്, ഇവർക്ക് ചൈതന്യം കൊടുക്കുകയാണ്. എപ്പോൾ? കർത്താവ് മോശയോട് സംസാരിച്ചപ്പോൾ ആ ചൈതന്യത്തിൻ്റെ ഒരു ഷെയർ ആർക്ക് കൊടുത്തു? 70 പേർക്ക് കൊടുത്തു. ഇവരങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. പ്രവചിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രവചനം എന്ന് വെച്ചാൽ എന്താ? പ്രവചനവരം, ഭാഷാവരം, ദർശനവരം, പ്രാർത്ഥനാവരം, ഒത്തിരി വരങ്ങളെക്കുറിച്ച് പൗലോസിലേക്ക് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രവചനവരം എന്താണ് ശരിക്കും? ഉണ്ണിക്കുട്ടാ പറ, പ്രവചനം എന്ന് വെച്ചാൽ എന്താ? ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പറയുക. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത് പ്രവചനവരം എന്താണ്, പ്രവാചകൻ ആരാണ് പ്രവാചകൻ? ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറയുന്നത് പോലെ പറയുന്നവനാണ് പ്രവാചകൻ. അല്ലാണ്ട് നാളെ നീ ആ വഴിക്ക് പോകുമ്പോഴത്തേനും അവിടെ പാമ്പ് നിന്നെ കൊത്തും എന്ന് പറയുന്നതല്ല പ്രവചനം. കിട്ടുന്നുണ്ടോ? ഭാവി പ്രവചിക്കുകയല്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. വിശുദ്ധ ഗ്രന്ഥം ഭാവി പ്രവചിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്: സമാഗമ കൂടാരം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക, ദൈവം നിന്നോട് സംസാരിക്കും, ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലേക്ക് നിറവേറും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രവചനവരം എന്താണ്? കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ ജനത്തോട് കർത്താവ് പറയുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രബോധനം കൊടുക്കുക. അതാണ് പ്രവചന ദൗത്യം. അപ്പോൾ മോശയുടെ മേൽ കിട്ടി ഈ ചൈതന്യം 70 പേരുടെ മേലേക്ക് പകർന്നപ്പോൾ അവരും ജനത്തിന് പ്രബോധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വാക്ക് അവരോട് സംസാരിക്കാൻ തുടങ്ങി. കിട്ടുന്നുണ്ടോ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നമുക്ക് നമ്മുടെ മാമോദീസായിൽ, സ്ഥൈര്യലേപനത്തിലൊക്കെ കിട്ടിയ ഈ വരം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മൾ കിട്ടി. ശരിയല്ലേ? എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ ജനത്തോട് കർത്താവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ, പ്രവാചകരാകാൻ അവിടുന്ന് നമ്മളെ അഭിഷേകം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവരെല്ലാം ഓടി നടന്ന് പ്രവചിക്കാൻ തുടങ്ങി. 28-ാമത്തെ വാക്യം: ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകളിൽ ഒരുവനായ ജോഷുവ പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. 29-ാം വാക്യം ഉറക്കെ വായിച്ചോ. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മോശയുടെ വലിയ ആഗ്രഹം എന്താണ്? ജനം മുഴുവൻ ആരായി മാറണം? പ്രവാചകരായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? ജനം മുഴുവൻ പ്രവാചകരായി മാറുക എന്ന് വെച്ചാൽ ജനം മുഴുവൻ കണിയാനും ഗുളികനും ഭാവി പ്രവാചകനും ആകാന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ആരുടെ ഭാവി പറയും? ജനം മുഴുവൻ അങ്ങനെ ആയാൽ. ഉദ്ദേശം പിടികിട്ടിയോ? ജനം മുഴുവൻ ആരായി മാറണം? പ്രഘോഷകരായി മാറണം. ജനം മുഴുവൻ ദൈവത്തിൻ്റെ നാവായി മാറണം. അതാണ് മോശയുടെ ആഗ്രഹം. മാമോദീസ ജലം നമ്മുടെ മേലേക്ക് വീഴുമ്പോൾ തിരുസഭയുടെ ആഗ്രഹം ഏതാണ്? ഈ കുഞ്ഞ് ആരായി മാറണം? പ്രഘോഷകരായി മാറണം. തിരുസഭയിലെ
എല്ലാ ദൈവജനത്തിനുമുള്ള ദൗത്യം ഇതാണ്, ദൈവത്തിന്റെ പ്രവാചകരാകുക. കാരണം ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട് കഴിഞ്ഞു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി, ചൈതന്യത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും ചോദിക്കേണ്ടത് എങ്ങനെയാണ്? വചനം മനസ്സിലാക്കണം, ഈശോയെ അറിയണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയെ കുറിച്ച് പറയണം. ആര് പറയുന്നത് പോലെ? ഈശോ പറയുന്നത് പോലെ. കിട്ടുന്നുണ്ടോ? അച്ഛൻ പറയുന്ന പോലെയല്ല. അച്ഛൻ പറയുന്ന വാക്ക് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചു നേരം നേരെ നിൽക്കുമായിരിക്കും. ഈശോ പറഞ്ഞ വാക്ക് കേട്ടാൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് നമ്മുടെ നാവ് ഈശോയുടെ നാവാവണം. നിങ്ങളെ കേൾക്കുന്നവർ, മരിച്ചു കിടക്കുന്നവർ പോലും എഴുന്നേറ്റ് നിൽക്കണം. കിട്ടുന്നുണ്ടോ? ജീവിച്ചിരിക്കെ തന്നെ രോഗങ്ങളാലും ക്ലേശങ്ങളാലും കഷ്ടപ്പാടുകളാലും ഒട്ടൊക്കെ മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ആയിരിക്കും. നമ്മൾ കേൾക്കേണ്ട വാക്ക് ഇതാണ്, ദൈവത്തിൻ്റെ വാക്ക്. ദൈവം നമ്മളോട് നേരിട്ട് പറയുന്ന പോലെ അത് സംഭവിക്കുന്നത് എവിടെയാണ്? വിശുദ്ധ ഗ്രന്ഥ വായനയിൽ, വിശുദ്ധ കുർബാനയിൽ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആ ചൈതന്യം കിട്ടിക്കൊണ്ടിരിക്കേണ്ട പ്രിയപ്പെട്ട മക്കളെ, മോശയോട് ചേർന്ന് നമ്മളത് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജനം മുഴുവൻ, നിങ്ങളത് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കുടുംബം അല്ലേ, ആ സമാഗമ കൂടാരത്തിൽ നിങ്ങളെ കൂടെ കുറച്ച് പേരുണ്ട്. അന്ന് മോശയുടെ കൂടെ 70 പേരെ പോലെ നിങ്ങൾ ഈ കുടുംബനാഥയുടെ കൂടെ കുറച്ച് പേരുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ഈ കൂടാരത്തിൽ, ഈ കുടുംബത്തിൽ എല്ലാവരും പ്രവാചകരായി മാറണം. കിട്ടുന്നുണ്ടോ? ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ അഭിഷേകം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സഹിയോൻ മാളികയായി മാറി നമ്മുടെ വീട്. അതുവരെ അടച്ചിരുന്നവരൊക്കെ പുറത്തോട്ടിറങ്ങും. എന്തിനാ? ഈശോയെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട്. അത് വീണ്ടും പറയുന്നു, നമ്മുടെ മുമ്പിൽ ഈ വളരെ കുറച്ച് സമയമുള്ളൂ. ഇത്രയും കാലം എന്തോരം ആളുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമുക്ക് ഒരു ഉപകാരമില്ലാത്ത എന്തോരം മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കൊടി പിടിച്ചു. നമുക്ക് ഒരു 10 പൈസയുടെ ഗുണമില്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചു. നമ്മൾ ഫാൻസ് അസോസിയേഷൻസ് രൂപീകരിച്ചു. ജീവൻ തന്ന, ജീവിതം തന്ന, ആ ജീവൻ സമൃദ്ധമായിട്ട് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ഇനിയും ഇറങ്ങാൻ നമുക്ക് മടിയാണോ? ഇനി ഇറങ്ങാൻ പേടിയാണോ? ഇനി ഇറങ്ങാൻ നാണക്കേടാണോ? പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, കുറച്ച് സമയമുള്ളൂ. മക്കളെ, കുറച്ച് സമയമുള്ളൂ നമ്മുടെ മുമ്പിൽ. ഞാൻ വീണ്ടും പറയുന്നു, ലോകാവസാനത്തിൻ്റെ കാര്യമൊന്നല്ല ഞാൻ പറയണേ. നമ്മുടെ ഒരു അവസാനം ഉണ്ടല്ലോ. വി ഡോണ്ട് നോ. ശക്തിയോട് പറ ഹല്ലേലൂയാ. തപസ്സിൻ്റെ ലക്ഷ്യം ഇവിടെയൊക്കെ എത്തി നിൽക്കണം, ഇവിടേക്ക് എത്തി നിൽക്കണം. ചൈതന്യം പകരപ്പെടുന്നു പ്രഘോഷിക്കാൻ വേണ്ടി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും പറഞ്ഞാൽ മോശയുടെ ആഗ്രഹത്തെക്കുറിച്ച് കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ആ വാഗ്ദാനം പൂർത്തീകരിക്കുന്നുണ്ട്. മോശയുടെ ആഗ്രഹം ഇതായിരുന്നു, ജനം മുഴുവൻ ആത്മാവാൽ നിറയണം, ജനം മുഴുവൻ പ്രവാചകരാവണം. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കൊന്ന് വരാമോ? ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 28-ാമത്തെ വാക്യം, 28ഉം 29ഉം. മോശയുടെ ആ പ്രാർത്ഥന വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിലെ പ്രവാസത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ വെച്ച് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് തൻ്റെ ആ അഭിഷേകത്തിൻ്റെ ദിനത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രവാചകനിലൂടെ പറഞ്ഞു തരികയാണ്. ജോയൽ 2:28ഉം 29ഉം വായിക്കാമോ? അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്ന് വെച്ചാൽ അവരാരായി മാറും? പ്രവാചകരായി മാറും. അടുത്ത വാക്യം, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊന്ന് കണക്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. മോശ പ്രാർത്ഥിച്ചു സമാഗമ കൂടാരത്തിൽ. ജോയൽ മറ്റൊരു കൂടാര സാഹചര്യത്തിൽ, ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പ്രവാസ കാലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ ആത്മാവിനെ വർഷിക്കുന്ന ദിവസത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ കൂടാരത്തിലേക്ക് മനുഷ്യരൂപമെടുത്ത ഒരാൾ ഇറങ്ങി വരും. 33 വർഷം കൂടെ നടന്ന് പോകാൻ നേരത്ത് അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ്, നിങ്ങളെ സഹായിക്കാൻ മറ്റൊരു സഹായകനെ അയക്കുമെന്ന് പറഞ്ഞ്, കാത്തിരിക്കാൻ പറഞ്ഞ്, ആ കാത്തിരിപ്പിൻ്റെ ആഹ്വാനം കേട്ട് മറ്റൊരു കൂടാരത്തിൽ, മറ്റൊരു മാളികയിൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വചനം മാംസമായി ഇങ്ങോട്ട് അവതരിച്ചപ്പോൾ അത് കൂടാരത്തിൽ, ശരീരമാകുന്ന ഈ കൂടാരത്തിൽ, ആലയത്തിൽ സ്വീകരിച്ചവളുടെ കൂടെ ഇരുന്ന് കുറച്ച് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ മറ്റൊരു കൂടാരത്തിൽ, മറ്റൊരു മാളികമേൽ, ജെറുസലേമിൻ്റെ ആകാശത്തിൻ്റെ മേൽ ആ പ്രവചനം പൂർത്തിയാക്കി സകല ജനത്തിൻ്റെ മേലേക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ആ പരിശുദ്ധാത്മാവിനെ കർത്താവ് അന്ന് ആ
ആ ദേശത്ത് ഇടിവെട്ട് പോലെ, ഇടിമഴ പോലെ, അഗ്നിജ്വാല പോലെ, തീക്കാറ്റ് പോലെ അയച്ചു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവിടുന്ന് തുടങ്ങിയ ഒരു തീയാണ്, അവിടുന്ന് അടിച്ചൊരു കാറ്റാണ് 2024 ഈ തപസ് കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ മുഴുവൻ ചൂട് പിടിപ്പിക്കുന്നതും എഴുന്നേറ്റോടാൻ പ്രചോദിപ്പിക്കുന്ന ആ തീക്കാറ്റ്, ആ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പ്രവാചകരാക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പലതിനോർത്തി ശക്തിയോട് പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ കൂടാരത്തിൻ്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇന്ന് നിങ്ങളുടെ ഇടവകയാകുന്ന കൂടാരത്തിൽ, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ധ്യാനഹാളാകുന്ന ഈ കൂടാരത്തിൽ, നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥന മുറി, ആ കൂടാരത്തിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഭവിക്കുന്നത്, കർത്താവിൻ്റെ വാക്ക് അവിടെ നിങ്ങൾ കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകരപ്പെടൽ, ഒരു ഷെയറിങ് നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പലരും ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ബാക്കി ആരും പ്രാർത്ഥിക്കാനിരിക്കുന്നില്ല. സങ്കടപ്പെടല്ലേ. മോശ ഒരൊറ്റ ആള് സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവിൻ്റെ വാക്ക് അയാൾ കേട്ടപ്പോൾ 70 പേരിലേക്ക് ആ ചൈതന്യം പകർന്നെങ്കിൽ, നീ ഒരൊറ്റ ആൾ മുട്ടുകൊത്തി നിന്ന് ആ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് വചനം കേൾക്കുമ്പോൾ നിന്നിലൂടെ നിന്റെ കുടുംബത്തിലേക്കും ഗ്രേസ് പകരപ്പെടും. ശക്തിയോടെ പറ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും, നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു അഭിഷേകം നിങ്ങളുടെ ആ തല്ലിപ്പൊളിയായ മകൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ തല്ലിപ്പൊളിയായ മകളുടെ ഉള്ളിൽ വരും. ഒഴിവാക്കി വിട്ടേക്കരുത്. അവൻ പോയി, അവൾ പോയി, നോ. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ആരും പോയിട്ടില്ല. ഏതൊരു പാപിക്കും തിരിച്ചു വരാമെന്നുള്ളതിൻ്റെ അടയാളമാണ് ആര്? ഞാനും നിങ്ങളും. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ആ അഭിഷേകം പകരപ്പെടും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ. നിങ്ങൾക്കൊരൊറ്റ ആൾക്കേ തീഷ്ണത ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പഴയ തീഷ്ണത വിട്ടുപോയി. കൂട്ടായ്മകൾ ഇപ്പം ഇല്ല. ഡോണ്ട് വറി. പ്രചോദനം തന്നുകൊണ്ട് കർത്താവ് ഒരുത്തനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ, ഒരാളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ. ആ ഇടവകയിൽ ചിലപ്പോൾ ആകെ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ പിടിച്ചു നിർത്താൻ നിങ്ങൾ ഒറ്റയാളെ ഉണ്ടാവുള്ളൂ. മതിയെന്ന് ആ ഇടവക പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ ഒരാൾ മുട്ടക്കുത്തി നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ ഒരാൾ മുട്ടക്കുത്തി നിൽക്കുന്നതുകൊണ്ടാണ്. നിർത്തിയേക്കല്ലേ. നിങ്ങൾ നിന്നാലേ ആ ഗ്രേസ് പകരപ്പെടുള്ളൂ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രേസ് കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുമ്പോഴത്തേനും ഞാൻ നിങ്ങളോട് നിർബന്ധ ബുദ്ധിയാ പറയുന്നു, തപസ് കൂടാൻ വന്നേക്കണം. വേറെ ധ്യാനമൊന്നുമല്ല, തപസ് കൂടണം. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഈ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി തപസ് കൂടുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന്. ആ ഗ്രേസ് പകരപ്പെടും പ്രിയപ്പെട്ടവരെ, ആ ഗ്രേസ് പകരപ്പെടും. ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. തിരുനാളിൻ്റെ മഹാദിനം ഈശോ എഴുന്നേറ്റ് നിങ്ങനെ പറയുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട് ജീവജലത്തിൻ്റെ അരുവിയെക്കുറിച്ച്. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ജീവജലത്തിൻ്റെ അരുവി, തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. യോഹന്നാൻ 7 നമ്മളത് വായിക്കുക. അപ്പോസ്തല പ്രവർത്തനം 2 വരാമോ? അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം പെട്ടെന്ന് എടുത്തേ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ്. എപ്പോഴും ഈ പെന്തക്കോസ്തായുടെ ആ ഒരു സാഹചര്യം വായിക്കുമ്പോഴേ ഓർക്കണം കേട്ടോ. മിക്കവാറും നമ്മളിപ്പം പെന്തക്കോസ്താ തിരുനാളിലൊക്കെ ഒരുങ്ങുമ്പോൾ മാത്രമേ മിക്കവാറും ഇതൊക്കെ വായിക്കാറുള്ളൂ. ആ സമയം ഒരു 10 ദിവസം അത് പോരാ. കാരണം ആ 10 ദിവസത്തേക്കോ പെന്തക്കോസ്താ തിരുനാളിൻ്റെ അന്നോ കിട്ടേണ്ട ഒരു അഭിഷേകമല്ല, ഡെയിലി ഗ്രേസാണ്, ഡെയിലി റിന്യൂ ചെയ്യപ്പെടേണ്ട ഗ്രേസാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ വായിക്കുമ്പം എപ്പോഴും ഓർക്കണം, ഈ 12 പേരുടെ മേലേക്കല്ല ഇറങ്ങി വന്നത്. ഓർത്തേക്കണം കേട്ടോ, 12 പേരല്ല, 120ഓളം ശിഷ്യന്മാർ അവിടെ സമ്മേളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈവൻ അവരിലേക്ക് മാത്രം ആയിരിക്കണം എന്നില്ല. പത്രോസിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുന്ന പല ദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. കിട്ടുന്നുണ്ടോ? അവർക്ക് ഒരു പിടിയില്ലാത്തവരാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ശരിക്കും അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഈ 12 പേരിലേക്കോ പരിശുദ്ധ അമ്മയിലേക്കോ 120 പേരിലേക്കോ മാത്രമല്ല, ആ ദിവസങ്ങളിൽ വചനം പത്രോസിൻ്റെ നാവിൽ നിന്ന് വചനം കേട്ടോണ്ടിരുന്ന എല്ലാവരിലേക്കും അത് പകരപ്പെട്ടു. പല ദേശങ്ങളിൽ നിന്ന് വന്നവർ. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് ആ ചൈതന്യം അതായിരുന്നു. അത്രയും പേരിലേക്ക് അത് ഗ്രേസ് പകരപ്പെടുക. ഒരു വായന ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് സെഹിയോനൂട്ടിശാലയിൽ ആയിരിക്കണമെന്നില്ല പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. തെറ്റിദ്ധരിക്കണ്ട, സെഹിയോൻ മാളികയിൽ ആയിരിക്കണമെന്നില്ല. അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നത് സെഹിയോൻ മാളികയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ജെറുസലേമിലാണ്. ആ ടൗണിൽ, മിക്കവാറും ജെറുസലേം ദേവാലയത്തിൽ ഇങ്ങനെ ഒരു പഠനം ഇങ്ങനെ നടക്കുന്നുണ്ട്.
അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടാനുള്ള സാധ്യത സെഹ്യോൻ മാളികയിലല്ല, പകരം ജെറുസലേം ദേവാലയത്തിലാണ്. ഇത് ഈശോയുടെ കൽപ്പന ഏതായിരുന്നു? ജെറുസലേം വിട്ടു പോകരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ സ്പേസ്, ആ രണ്ടാം നില, ഇനി നിങ്ങൾ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാകണ്ട കേട്ടോ. ഇനി ആ പാട്ട് പാടുമ്പോൾ മറ്റേ എന്നാ സെഹ്യോൻ മാളിക അല്ല, എന്ത് സീനായ് മാമലല്ലോ, സെഹ്യോനെ കുറിച്ച് ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. പഠനം ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഈ 120 പേർക്കോ ഇത്രയും പേർക്കോ സമ്മേളിക്കാൻ സാധ്യത കുറവാണ്. സെഹ്യോനിൽ സാധ്യത ജെറുസലേം ദേവാലയത്തിലായിരിക്കാം. ദേവാലയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാനാണ് സാധ്യത കൂടുതലെന്നൊരു പഠനം. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഗ്രേസ് ഷെയർ ചെയ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. പത്രോസ്ലയുടെ ആദ്യത്തെ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. 2:17 മുതൽ വായിച്ചേ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസം 16 മുതൽ വായിച്ചോ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. സോ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ? പ്രവചിക്കാൻ. എന്ത് പ്രവചിക്കാൻ? ഭാവി ആണോ? അല്ല. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നല്ലതാണേ. പഠിച്ചതല്ല ഓർത്തിരിക്കാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. കാരണം എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറക്കരുത്. എന്താണത്? പ്രവചനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പരീക്ഷ സഹായിക്കും ഉറപ്പായിട്ടും കേട്ടോ. നിങ്ങളുടെ ബുദ്ധിശക്തിയെ സഹായിക്കും, നിങ്ങളുടെ ഓർമ്മശക്തിയെ സഹായിക്കും, നിങ്ങൾക്ക് ജ്ഞാനം തരും. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈശോയെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷം 14 കാണുന്നുണ്ട്. പിന്നീട് വായിച്ചാൽ മതി. 14:25 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് എങ്ങനെയാണ്? അവൻ വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കിട്ടുന്നുണ്ടോ? സോ പരീക്ഷ ഹാളിൽ A² B² ഓർമ്മിപ്പിക്കുമെന്നല്ല ഈശോ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. പരീക്ഷയിൽ സഹായിക്കും കേട്ടോ. ഉറപ്പായിട്ട് സഹായിക്കും. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ട് സഹായിക്കും. പക്ഷേ ഈശോ അയച്ചിരിക്കുന്നതിൻ്റെ പ്രൈമറി എയിം ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അത് പഠിപ്പിക്കുക. എന്തിനാ പഠിപ്പിക്കുക ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്? പഠിച്ച നിങ്ങൾ, ഓർത്തെടുത്ത നിങ്ങൾ, അത് ജീവിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കുക, ജീവിക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വി ഷുഡ് ബി പ്രോഫറ്റ്സ്. പ്രവാചകരായിത്തീരുക, പ്രബോധനം കൊടുത്തുകൊണ്ടിരിക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പത്രോസും പൗലോസും അപ്പസ്തോലന്മാരെല്ലാവരും ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി, ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, ധൈര്യപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യത്തെ ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഈശോ പറഞ്ഞൊരു കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. നിങ്ങൾക്കൊരു ഗ്രേസ് കിട്ടും, നിങ്ങൾക്കൊരു ചൈതന്യം കിട്ടും. എന്തിനാണത്? ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് ക്ലിയർ ആയോ? ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് നിറയുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? സാക്ഷികളാവാൻ, പ്രബോധകരാകാൻ, പ്രവാചകരാകാൻ, ഈശോയുടെ നാവായി തീരാൻ, വചനം പ്രഘോഷിക്കാൻ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സമയമായി മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വരുമ്പോൾ മാലാകെ ഞാനൊന്ന് പ്രസംഗിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ സമയമൊന്നുമില്ല. ടിം 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 ഒറ്റ പെട്ട പള്ളിയിൽ നിന്ന് കേട്ടു തുടങ്ങും. ബിഫോർ ദാറ്റ് പ്ലീസ് പ്രൊക്ലെയിം. കേട്ടോ? ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടിയുണ്ടോ? ഇപ്പോഴൊക്കെയാണ് ധൈര്യം വേണ്ടത്. ഇല്ലാണ്ട് ഈ സഭയുടെ ഭാഗമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ പിതാവ് പറഞ്ഞില്ലല്ലോ, ആ മെത്രാൻ എന്നെ അങ്ങനെ ചെയ്യണേ, ആ അച്ഛൻ എന്നാ പറയാത്തെ, ആ സിസ്റ്റർ എന്നാ പ്രഘോഷിക്കാത്തെ. നിന്നോട് പറഞ്ഞത് പ്രവാചകനാവാനാണ്, സിസ്റ്റർ ആവാനോ അച്ഛനാവാനോ അല്ല. ഉണ്ടേ? മനസ്സിലായോ? ഇനി അച്ഛനായാലും സിസ്റ്റർ ആയാലും എൻ്റെ ലക്ഷ്യം എന്താണ്?
പ്രവാചകനാകുക, വചനം പ്രഘോഷിക്കുക. അതിനുള്ള അഭിഷേകമാണ് മാമോദീസായിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ ഹല്ലേലൂയാ. ധൈര്യമുണ്ടോ? എന്തായാലും ഈ തപസ്സൊക്കെ എടുത്തല്ലേ. ഞാനൊരു കുഞ്ഞു കാര്യം പറയട്ടെ, കുഞ്ഞു കാര്യം. നമുക്ക് ഈ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കാൻ പറ്റുന്നൊരു നല്ല കാര്യം. ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഇഷ്ടംപോലെ തിന്മയുള്ള ഒരു ഏരിയ ആണല്ലേ, ഇഷ്ടംപോലെ തിന്മ നടക്കുന്ന ഒരു ഏരിയ ആണ്. നെഗറ്റിവിറ്റി. കഴിഞ്ഞ വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫേസ്ബുക്കിൻ്റെ ഒരു മെറ്റായുടെ അവരുടെ ഒരു പഠനത്തിൽ അവർ തന്നൊരു റിപ്പോർട്ട് ഇതാണ്. 2 സബ്ജക്റ്റുകളാണ് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യൂ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും. 2 സബ്ജക്റ്റ്. ഒന്ന് സെക്സ്, 2 വയലൻസ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, അതായത് ഇത്രയധികം നെഗറ്റിവിറ്റി നടക്കുന്ന ഒരു ലോകത്ത്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങണം. നല്ല ഒന്നാന്തരം ഫോൺ കയ്യിലില്ലേ, ജസ്റ്റ് ഒരു ക്യാമറ എടുത്ത്, ഫ്രണ്ട് ക്യാമറ, ഈ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് എന്തൊക്കെ കോമഡികൾ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനൊന്നും പേടിയില്ല, മടിയില്ല. പിടിക്കൂന്ന് അറിയാവായിട്ടും പൊട്ടത്തരങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഫോണിൽ. ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ടും നിങ്ങൾ മോശമായ വീഡിയോ കോളുകൾ നടത്തിയിട്ടുണ്ട്. അതിനൊന്നും പേടിയില്ല. നമ്മൾ എന്തോരം ഈ ഫോണും കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇല്ലേ, എന്തോരം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒരു മോശമായ വീഡിയോ കാണാനായിരിക്കാം, മോശമായിട്ടൊരു കോൾ ചെയ്യാനായിരിക്കാം, ആരെങ്കിലും കുറ്റം പറയാനായിരിക്കാം. ഐ ടെൽ യു, നിങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ഈ കാലത്ത് ഈശോ തന്നിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് നിങ്ങളുടെ ഫോണ്. ഒന്നും ചെയ്യേണ്ടെന്നേ. നിങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും ധൈര്യമില്ലേ? സാരമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും, ഒരു അപകർഷത ബോധമൊക്കെ ആയിരിക്കും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു നാട്ടിലൊരു കൺവെൻഷൻ പോയപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട്, മറ്റേ TV കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ, ഇതൊരുമാതിരി കുഴിയും കുത്തുമൊക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞ അമ്മച്ചി, അത് വീഡിയോയുടെ ക്യാമറ ടെക്നിക്കാണല്ലോ, ലൈറ്റ് ഇട്ടതിൻ്റെ അത് വീഡിയോ കാണാൻ നല്ല മെനയാണല്ലോ. ഇങ്ങനെയൊക്കെയാണോ പുരോഹിതനെ സ്വീകരിക്കുന്നത്? സാരമില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനീ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം, ഈ ദിവസങ്ങൾ, ഈ 3 ദിവസം എന്തോരം വചനങ്ങൾ നമ്മൾ കേട്ടല്ലേ, എന്തോരം വചനങ്ങൾ കിട്ടും. ശരിക്കും നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഒറ്റ വചനം. നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്. വളരെ മിനിമമായിട്ട് നമുക്ക് തുടങ്ങാം. ഒന്ന് തുടങ്ങി വെച്ചാൽ മതി. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ഒരു വചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, ധ്യാനകേന്ദ്രത്തെക്കുറിച്ചോ തപസ്സിനെക്കുറിച്ചോ ഒരു സാക്ഷ്യവും നിങ്ങൾ പറയണ്ട, വീഡിയോ എടുത്തിടരുത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നോ, ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പവറിലാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ ദിവസങ്ങൾ കേട്ട, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു വചനം, അതെടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. അത് ചെയ്യത്തില്ലേ? 256 പേരോളം മിനിമം കാണാൻ സാധ്യതയുണ്ട് അല്ലേ? നിങ്ങൾ വചനം ഇട്ടാൽ എന്തു പറ്റി എന്നറിയാനെങ്കിലും ആൾക്കാർ നോക്കും. അതിൻ്റെ പുറകെ ഒരു കമൻറ്റ് വരും, പുണ്യാളോ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വരും. അഭിമാനിക്കണം. ക്രിസ്തുവിൻ്റെ പേരിൽ ആദ്യമായിട്ടൊരു നാണക്കേട് കിട്ടിയെങ്കിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം ഇന്ന് തപസ് കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ടുള്ള ആദ്യത്തെ കൃപ അതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ പറഞ്ഞുകൊണ്ട് ഗ്രേസ് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാണെന്നറിയോ, നമുക്കറിയില്ലല്ലോ, ഈ വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രം ഇടുമ്പോൾ 256 പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 256 പേരിൽ ചിലപ്പോൾ ഒറ്റയാൾ വലിയൊരു സങ്കടത്തിൽ കൂടെ കടന്നു പോകായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അന്ന് സ്റ്റാറ്റസ് ഇട്ട വചനം, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നായിരിക്കും. നിങ്ങൾ ഒരു ചിന്തയില്ലാണ്ട് ഇട്ടതായിരിക്കും. ആരും കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചായിരിക്കും, ഇല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇട്ടായിരിക്കും. ഈ 256 പേരിൽ ഒരുത്തി സങ്കടപ്പെട്ട് നിൽക്കുകയാണല്ലോ. അറിയില്ലോ, നിങ്ങളുടെ 256 കൂട്ടുകാരും ബന്ധുക്കളും നിങ്ങളോട് എല്ലാം പറയൊന്നുമില്ല. ഒരു ദീർഘശ്വാസം വീണിട്ടുണ്ടെങ്കിൽ ആ നെടുവീർപ്പിലൂടെ ആത്മാവ് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായത് പ്രവാചികേ നീയാണ്. കിട്ടുന്നുണ്ടോ? മൈക്കൊന്നും വേണ്ട. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഡെയിലി അങ്ങ് ചെയ്യ്. പരിശുദ്ധാത്മാവ് ഒരു ധൈര്യം തരും സുവിശേഷം പ്രഘോഷിക്കാൻ. എന്തോരം അൽമായരാണ് വന്നിറങ്ങി നിൽക്കുന്നതെന്നറിയോ സോഷ്യൽ മീഡിയയിൽ. പഠിച്ച് പറഞ്ഞു കൊടുക്കുക. ചുമ്മാ അവിടെ തോന്നി ഇവിടെ തോന്നി നോ, അവിടെ കണ്ടു ഇവിടെ കണ്ടു നോ. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്ക്, നിങ്ങൾ വചനം വായിക്ക്, കാറ്റഗിസം വായിക്ക്, സഭയുടെ പ്രബോധനങ്ങൾ വായിക്ക്. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് യു പ്രൊക്ലെയിം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു കൊടുക്ക്. 10 പേരായിരിക്കും കാണുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ 2 പേരാണ് കണ്ടത്, ഞാനും എൻ്റെ കൂട്ടുകാരിയും. 2 പേര്. എൻ്റെ അമ്മ പോലും മൈൻഡ് ചെയ്തില്ല എന്നെ. 2 പേര്. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ
അവൾക്കത് കാണാണ്ട് വേറെ വഴിയില്ലായിരുന്നു, കാരണം അവളാണ് എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. രണ്ടുപേര് നമുക്ക് നോക്കാന്ന്. നിങ്ങളിങ്ങ് ഇട്. ധൈര്യമുണ്ടോ? ട്രൈ. ഇന്നലെ പറഞ്ഞ പോലെ ഒരു 10 പേർക്ക് ഒരു ധൈര്യം തോന്നിയാൽ നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ബോഡി ഷേപ്പോ നോ, ഈശോയുടെ പ്രവാചകരാണ്, ഇറങ്ങിക്കോളുക. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പൗലോസ്ലിയെ കുറിച്ചൊരു പഠനം ഇങ്ങനെയാണ്. പൗലോസ്ലിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എന്ന് പറയാം. ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. ഈ മുള്ളിനെ കുറിച്ച് കേട്ടില്ലേ? പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം പൗലോസ്ലിയ ഒരു പൊക്കം ഭയങ്കര കുറവായിരുന്നു തന്നെ, ഭയങ്കര പൊക്കക്കുറവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു വായനയുണ്ട്. പഠിത്തമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച്. പൗലോസ്ലിയായ്ക്ക് അതൊരു കോംപ്ലക്സ് ആയിട്ടുണ്ടായിരുന്നു അത്ര. തൻ്റെ കഴിവുകേടിനെ കുറിച്ച് സങ്കടങ്ങളുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഈശോ പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനത്തിലേക്കൊന്ന് തിരിച്ചു വരാമോ? നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വചന ശുശ്രൂഷയോ ഈശോയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി സ്വീകരിച്ച് ഈശോയെ പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് സഹനങ്ങൾ വന്നേക്കാം, കളിയാക്കലുകൾ വന്നേക്കാം, ഒറ്റപ്പെടുത്തലുകൾ വന്നേക്കാം. പത്രോസും ശിഷ്യന്മാരൊക്കെ ഇത് അനുഭവിച്ചു. 4-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരിക. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം. പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ അവർ കളിയാക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്. 4:20 ഉറക്കെ വായിക്കാവോ? 4:20 വായിച്ചേ. എന്തെന്നാൽ ഞങ്ങൾ കാണുന്നതും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനും അത് ജീവിക്കാനും പ്രവാചകരാവാനുമുള്ള ക്രൈറ്റീരിയൻ, അതിൻ്റെ ഇൻസ്പിറേഷൻ ഇതാണ്. നമ്മൾ കണ്ടതിനെക്കുറിച്ച്, നമ്മൾ കേട്ടതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റും? കിട്ടുന്നുണ്ടോ? നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നിങ്ങൾ വചനം വായിച്ചു, നിങ്ങൾ കണ്ടു, നിങ്ങൾ കേട്ടു, നിങ്ങൾ തൊട്ടറിഞ്ഞു, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? കിട്ടുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതിരുന്നിട്ട് നമ്മൾ ഈ അപ്പസ്തോലന്മാരോടൊക്കെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് വേണ്ടി പാത്തിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കൊന്നുമില്ല. സുവിശേഷം പ്രഘോഷിക്കണം, ഈശോയെക്കുറിച്ച് പറയണം. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 5-ാമത്തെ അധ്യായത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. കാരാഗ്രഹത്തിലാവുന്നു, അവിടുന്ന് മോചിപ്പിക്കപ്പെടുന്നു, സംഘത്തിൻ്റെ മുമ്പിൽ എത്തുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു. അവരെ അടിയിടിയൊക്കെ കൊടുക്കും. അവസാനത്തായിട്ട് ഒരു വാക്യം വായിക്കണം. 5:41-42 ഉറക്കെ വായിക്കാവോ? 5:41-42. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. അടുത്ത വാക്യം കൂടെ വായിച്ചു. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിൽ നിന്നും പ്രസംഗിക്കുന്നതിൽ നിന്നും അവർ വിരമിച്ചില്ല. സോ 2 കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ ഗ്രേസ് ഷെയർ ചെയ്യപ്പെട്ട അപ്പസ്തോലന്മാർ, അവരുടെ പിന്നാലെ വന്നവർ, അവിടെ കൂടെ കൂടിയവരെല്ലാം ചെയ്തതാണ്. സഹനങ്ങൾ വന്നപ്പോൾ ഈശോയുടെ പേരിൽ നാണം കെടാൻ പറ്റിയതിനെ ഓർത്ത് അതൊരു ബഹുമതിയായി കണ്ട് അവർ ആ ശുശ്രൂഷ തുടർന്നു. 2 സ്ഥലങ്ങളിലാണ് ശുശ്രൂഷ തുടർന്നത്. ഒന്ന് ദേവാലയത്തിലും 2 ഭവനങ്ങളിലും. കിട്ടുന്നുണ്ടോ? ഇത് 2ഉം പ്രധാനപ്പെട്ടതാണ്. തിരുസഭ വളരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഗാർഹിക സഭയാകുന്ന വീട്ടിൽ, ദേവാലയത്തിൽ, ഇടവക കൂട്ടായ്മയിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം യേശുവാണ് ക്രിസ്തു, ഈശോയാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല, പുറകോട്ട് പോയില്ല. എവിടെയെങ്കിലും വെച്ച് സഭാ കൂട്ടായ്മ, ഇടവക, ഒരു വൈദികൻ, ഒരു സന്യസ്ത, ഒരു പ്രേക്ഷിതൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ സഭ തളരും. കിട്ടുന്നുണ്ടോ? സഭ തളരും. കാരണം നമ്മുടെ ദൗത്യം ഇതാണ്. ഭവനങ്ങൾ തോറും ദേവാലയത്തിലും ഈശോയാണ് മിശിഹ, ക്രിസ്തു എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര കാലം വരെ? ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം എത്തുന്നത് വരെ, അല്ലേ? അവർ യൂദയായിൽ പ്രസംഗിച്ചു, ജെറുസലേമിൽ പ്രസംഗിച്ചു, സമരിയായിൽ പ്രസംഗിച്ചു. അന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ അറ്റം റോമാ സാമ്രാജ്യത്തിൻ്റെ അതിരുകളിലും പൗലോസ് പോയി പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തനം 28 അവസാനിക്കുന്നത് പൗലോസ് റോമിൽ ചെല്ലുന്നതാണ്. അന്നത്തെ ലോകത്ത് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ അറ്റം റോമാണ്. ഇന്ന് സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ ഉണ്ട്. ശരിയാണോ? എന്നെ എത്താത്ത മിയാക്കുൾപ്പ എൻ്റെ വലിയ 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 പിഴ എന്ന് പറഞ്ഞ് ചങ്കത്തടിക്കണം. മാമോദീസ സ്വീകരിച്ച നീ വീട്ടിലിരുന്നത് കൊണ്ടാണ് ലോകത്തിൻ്റെ അറ്റം വരെ സുവിശേഷം എത്താത്തത്. പിടികിട്ടുന്നുണ്ടോ?
അന്ന് അപ്പസ്തോലന്മാർ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കേണ്ടത് ആരാണ്? മാമോദീസ സ്വീകരിച്ച നമ്മൾ. അവർക്ക് കിട്ടിയ അതേ പരിശുദ്ധാത്മാവിനെയാണ്, അതേ ചൈതന്യത്തിൻ്റെ ഗ്രേസ് ഷെയറിംഗ് ആണ് മാമോദീസ മുങ്ങിയ നിനക്കും എനിക്കും കിട്ടിയിരിക്കുന്നത്. അവർ ജെറുസലേമിൽ, യൂദയായിൽ, ജെറുസലേം പരിസര പ്രദേശങ്ങളിൽ, റോമിൽ പ്രസംഗിച്ചെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ അറ്റം വരെയുള്ള ആ സുവിശേഷം ദൗത്യം പൂർത്തിയാക്കേണ്ടത് ആരാണ്? നമ്മളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വിസ കിട്ടുമോ? പാസ്പോർട്ട് കാലാവധി തീർന്നു, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. ഐ ടെൽ യു ബ്യൂട്ടിഫുള്ളി. മത്തായി സുവിശേഷകൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ പിന്നാലെ പോകാൻ പറഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇയാൾ ഇറങ്ങി. ഒരെണ്ണം ഉപേക്ഷിച്ചില്ല. എന്താണെന്നറിയോ? പേന. ചുങ്കക്കാരനാണ്, കണക്കെഴുത്തുകാരനാണ്. എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കാനുള്ള അയാളുടെ കഴിവും അയാൾ എഴുതി സൂക്ഷിക്കുന്ന ആ പേനയും അയാൾ ഉപേക്ഷിച്ചില്ല. ഈശോയെക്കുറിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി. വംശാവലി ടിങ് 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 എന്ന് പറഞ്ഞാൽ ഓർഡറിൽ എഴുതി. 28 അധ്യായങ്ങളിൽ തുടക്കം ദൈവം നമ്മോടുകൂടെ, അവസാനം ദൈവം നമ്മോടുകൂടെ. തുടക്കം മത്തായി 1:21 ദൈവം നമ്മോടുകൂടെ എന്ന ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. മത്തായി 28:20 യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് വിത്ത് അസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഡറിൽ എഴുതി വെച്ചേക്കാണ്. കൃത്യം ഒരു നടുക്ക് 18-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കർത്താവ് കൂടെ കാണുമെന്ന് പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കൂടെ, അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ബ്യൂട്ടിഫുള്ളായിട്ട് മത്തായി എഴുതി വെച്ചേക്കാണ്. എഴുതാനുള്ള കഴിവ് പേന ഉപേക്ഷിച്ചില്ല, ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. മക്കളെ, ഈശോയുടെ പിന്നാലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, സുവിശേഷം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം വരുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊന്നും നഷ്ടം വരില്ല. ഡോണ്ട് ബി അഫ്രൈഡ് ടു റിസീവ് ക്രൈസ്റ്റ്. ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്കുള്ളതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഈശോ വഴി തുറക്കും. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം വസ്തുവകകൾ എല്ലാം ഈശോയ്ക്ക് വേണ്ടി. നിങ്ങളുടെ കയ്യിലുള്ള ആ 1-ാം തരം ഫോൺ ഈശോയ്ക്ക് വേണ്ടി. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ ഫോൺ വെച്ച് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയേക്കാടോ. ഫോണിലായിരിക്കാം, ഇതായിരിക്കാം, ഒരു ടബ്ബ ഫോണായിരിക്കാം. സുവിശേഷം എത്തിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുമെന്ന്. ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്. വചനം പ്രഘോഷിക്കുക. പൗലോസിനും പത്രോസിനും പറ്റാത്ത സ്പീഡിൽ നമുക്കിന്ന് സുവിശേഷം എത്തിക്കാൻ പറ്റും. കിട്ടുന്നുണ്ടോ? അവർ കപ്പൽ കയറി പോകേണ്ടി വന്നു പൗലോസിനൊക്കെ. നമുക്ക് കപ്പൽ കയറി പോകണോ? ടിക്ക്. വചനം എത്തിക്കാം. ഗെറ്റ് റെഡി. സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി റെഡി ആയിക്കോ. പുണ്യാളെന്നുള്ള വിളി കേൾക്കാൻ തയ്യാറായിക്കോ. പള്ളി നിരങ്ങി എന്നുള്ള വിളി കേൾക്കാൻ തയ്യാറായിക്കോ. ക്രിസ്തുവിൻ്റെ പേരിൽ നാണം കെടാൻ, സങ്കടപ്പെടാൻ തയ്യാറായിക്കോ. ഓൾ ദ ബെസ്റ്റ്. പ്രവാചകരെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ.